ഹലോ ഹലോ സെന്റ് തെരേസാസ് കോൺവെന്റ് അല്ലേ? അതെ. അതെ, കഴിഞ്ഞ ദിവസം അവിടുന്ന് ഒളിച്ചോടിപ്പോയ അന്ന എന്ന് പറഞ്ഞ പെൺകുട്ടി തിരിച്ചു വന്നോ? ഇല്ലല്ലോ. നിങ്ങളാരാ? ഞാൻ കുട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ ആളാ. അല്ല, ഒളിച്ചോടി പോണെന്ന് ആഗ്രഹിച്ച ഒരു കാതലൻ. കാതലനോ? നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരില്ലേടാ? അമ്മയ്ക്ക് അച്ഛനുണ്ട്, പെങ്ങക്ക് അളിയനുണ്ട്, എനിക്ക് ആരുമില്ല. എടാ കാലമാടാ, എന്നാ നിനക്ക് പോലീസ് ഉണ്ടടാ പന്ന. ശരി, വിശേഷങ്ങൾ അറിയിക്കണേ. നിന്റെ മുഖം എന്താ മരോട്ടിക്കകത്ത് MLA പോലിരിക്കുന്നത്? മദർ എന്നെ കുറെ ഉപദേശിച്ചു. ആരുപദേശിച്ചാലും വേണ്ടില്ല, പെണ്ണ് മഠത്തിലെത്തിയല്ലോ. എത്തി, പക്ഷെ മഠത്തിലല്ല. നീ എന്തായി പറയുന്നേ? ഇനി നമ്മൾ എന്തോ ചെയ്യും? എനിക്കൊന്നും അറിയില്ല, ആകെ പ്രശ്നമാണോ? അളിയന്മാർ ഇവിടെ നിൽക്കുക. ആണുങ്ങളായ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇന്ന് രാവിലെ എത്തിക്കൊള്ളാമെന്നല്ലേ ഇന്നലെ ശുംഭം പറഞ്ഞത്? എന്നിട്ട് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുക. ഞങ്ങൾ രാവിലെ ആ ചാൾസിന്റെയും ശോഭരാജിന്റെയും വീട് തപ്പി ഇറങ്ങിയതാ. നിങ്ങളും കൂടെ വന്നാ എളുപ്പമായിരുന്നു. ഉച്ച വരെ ഞങ്ങളെ പ്രതീക്ഷിക്കരുത്. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഗുണ്ടകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഗുണ്ടകൾ കൊടുക്കാൻ അഡ്വാൻസ് അതിനെന്താ? അതൊന്നും വേണ്ട, അളിയന്മാരെ ഞങ്ങൾക്ക് വിശ്വാസം. തനിക്ക് പൈസക്ക് എത്ര ടൈറ്റ് ആണെങ്കിൽ താൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് 27,000 രൂപ എഴുതിയെടുത്തോ. എടാ ഹെൻറി, നിൽക്കുന്നു. നമ്മുടെ പുക കാണാൻ നടക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്, പോവാം. പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും പുകയും. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഞങ്ങൾ വിടാം. വേണ്ട വേണ്ട, ഞങ്ങൾ നടന്നോളാം. എക്സസൈസ് ബോഡി ബിൽഡിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതെന്റെ മോളല്ലേ? ആണോ? എന്റെ കർത്താവ്, എന്റെ മോള് പോയി, എന്റെ കാശ് പോയി, അവള് കന്യാസ്ത്രീയായി. എനിക്ക് അവന്മാരെ ഡെഡ് ബോഡി വേണം. പോയി പിടിച്ചിട്ട് വേണം സ്വീകരിച്ചേണ്ടി. അവന്മാരെവിടെ പോയി? ആര്? ഇവിടെ നിന്നവന്മാര്. അവര് നടക്കാൻ പോയി. പോയി പിടിച്ചിട്ട് വേണേ. നിന്റെ അമ്പായിയപ്പനെ. താനായിരുന്നു, പേടിച്ചു പോയില്ലോടൂ. ഇനി പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. സൂസൈഡ് പോയിന്റിൽ നിന്ന് ഒരു ശവം പോലീസ് പൊക്കിയെടുത്തു. എടുക്കട്ടെ, അതല്ലേ പോലീസിന്റെ പണി. പീസായ ഒരു പെണ്ണിന്റെ ശവമാണത്. വളരെ ഉയരത്തിൽ നിന്ന് ചാടിയതല്ലേ, പീസ് ആയിപ്പോ. അതിന് ഞങ്ങൾ എന്ത് വേണോ? ഇനിയാ നിങ്ങളെ വേണ്ടത്. നിങ്ങൾ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരുന്ന ഒരു പെണ്ണില്ലേ, അന്ന, അവളാ അത്. അത് ശരി. മിസ്റ്റർ ഈശോയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. പ്രതികൾ നമ്മളാണ്. ഇനി ആലോചിക്കാൻ സമയമില്ല, മുങ്ങാം. അതിനിടയ്ക്ക് മുങ്ങിയോ? പാതിരാത്രി വരെ കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ ചിലപ്പോ വിലങ്ങുമായി മഹാലിംഗമൂർത്തി കാത്തിരിപ്പുണ്ടാവും. ഇന്ന് ഇയാളുടെ ശല്യം ഉണ്ടാവും തോന്നണില്ല. പോസ്റ്റ്മോർട്ടവും ഡെഡ് ബോഡി കൈമാറ്റം ഒക്കെ ആയിട്ട് ഇന്നങ്ങോട്ട് പോകും. നാളെ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് മുങ്ങണം. ഇനി ആജീവനാന്തകാലം മുങ്ങല് തന്നെയാണ് നമ്മുടെ വിധി. അന്നയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് കാണാൻ പോവായിരുന്നു. മോശമായിപ്പോയില്ലേ? മോശമായി പോയി. അങ്ങോട്ട് ചെല്ല്, എല്ലാവരും കൂടി നിന്നെ ഡെഡ് ബോഡി ആക്കും. ഒരു കണക്കിന് അന്നയുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണല്ലേ ശോഭരാജ്? ചാൾസ്, നീ എങ്ങനെ പറയരുത്. ഒരു കണക്കിനല്ല, എല്ലാ കണക്കിലും നീ തന്നെയാണ് അവളെ കൊന്നത്. താൻ പിലാത്തോസിനെ പോലെ കൈ കഴുകല്ലോ. ഞാൻ കൈ മാത്രമല്ല, മേലും കഴുകാൻ പോവാ. വിതച്ചവൻ കൊയ്യും, കൊന്നവൻ തൂങ്ങും. നീ ധൈര്യം കൈവിടിയരുത് കേട്ടോ. നീ എങ്ങനെ മിക്കവാറും കാണില്ല. നീ കൈവിട്, താക്കോലെടുക്കട്ടെ. ഭണ്ഡാരം തുറക്കുന്നില്ലല്ലോ. താൻ എന്തേ കിടന്ന് കാണിക്കണേ? സ്വന്തം പൂട്ട് പോലും തുറക്കാൻ അറിയാൻ പാടില്ലാത്ത താനൊക്കെ എന്ത് കള്ളനാടോ? വെറുതെ എന്നെ പിടിക്കരുത് പോലീസ്, എന്നൊന്നും ചെയ്യരുത്. ഞാനൊരു പാവ, എല്ലാത്തിനും കാരണക്കാരെ തെണ്ടിയ. മഹാലിംഗ സാർ, ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. നിങ്ങൾ എന്നെ പ്രേതമാക്കാതിരുന്നാ മതി. എന്താ ഇത്? ശരിയാ, പ്രേതമായിട്ടില്ല. കർത്താവേ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ വല്ലാണ്ട് പേടിച്ചുപോയി. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ എന്നെ മഠത്തിൽ കൊണ്ട് വിടരുതെന്ന്. ഇനിയെങ്കിലും എന്നെ കൈവിടരുതേ ചാൾസ്. ഇനി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുതെന്ന് പറയൂ ശോഭരാജ്. ഏതായാലും കൊലക്കേസിൽ നിന്ന് ഒഴിവായി. ഇനി പോലീസിന് നെറികേടന്മാർക്കും പിടികൊടുക്കാതിരിക്കണം. അന്നയും കൂട്ടി നമുക്ക് മറ്റൊരു താവളത്തിലേക്ക് പോകാം. അതാണ് ബുദ്ധി, അതേ ഉള്ളു വഴിയും. അളിയോ, അളിയൻ നല്ല കക്ഷികളാ.
നിങ്ങൾ എവിടെയാണോ താമസം? ഞങ്ങൾ ഇത് എവിടെയൊക്കെ തപ്പി. ഇന്നേതായാലും ഇവിടെ കേറിയിട്ട് പോവാ. വീടറിഞ്ഞിരിക്കാമല്ലോ. അതെ അതെ അതെ, രണ്ടാമത്തെ ദിവസമായി ഈ ചുറ്റിക്കളി. നിങ്ങളുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ട് ചുമ്മാതല്ല, കിട്ടുന്നതിൽ നല്ലൊരു വീതം തരാമെന്ന് പറഞ്ഞിട്ടാ. എന്റെ ചുമ്പൻ ചേട്ടാ, ഈ മോഷണവും പിടിച്ചു പറയുമ്പോഴത്തെ തരികിട പണിക്ക് പോകാതെ ഞങ്ങളുടെ കൂടെ നിൽക്കേ, നല്ല കാശുണ്ടാക്കാം. അല്ല, ഞങ്ങള് തീരുമാനിച്ചിരിക്കുക ഇന്ന് ഉച്ചവരെ സ്വപ്പ പണിയുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എത്തിക്കൊള്ളാം. അല്ല, വീട് ഇതല്ലല്ലോ, വഴി തെറ്റിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് കാണാം. ടാറ്റാ. അത് കള. ഞങ്ങൾ വീട്ടിൽ വന്ന ഒരു കപ്പ് കാപ്പി തരാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ നമ്പര്? അത്രയ്ക്ക് പിശുക്കന്മാരാവരുത് കേട്ടാ. അല്ല, ചാക്കോയെ കാണുന്നില്ലല്ലോ. അല്ല, അവന് കടുത്ത പനിയാ, 120 കിലോ ഡിഗ്രി. എത്ര ഡിഗ്രി പനിയായിരുന്നാ? മായാവിയാണോ അവനെ കാണാതിരിക്കാൻ പറ്റാ? അല്ല, നമുക്ക് നിർബന്ധമാണെങ്കിൽ അപ്പുറത്തേക്ക് സംസാരിക്കാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ചുംബൻ ചേട്ടാ, ചുംബത്തരം കാണിക്കല്ലേ. ഈ 120 ഡിഗ്രി പനി എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഇനി ചാക്കോ ചത്ത് കാണും. പനി പനി മിണ്ടാതെ കിടന്നോ, ഇല്ലെങ്കിൽ അവർ നിന്റെ തല കൊണ്ടുപോകും. ഞങ്ങളുടെ പ്രാർത്ഥിക്കാനൊന്നും നേരമില്ല. നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ആരാ? ഈ പനിയൊന്നും സാരില്ലളിയാ. നല്ല റമ്മിൽ കുരുമുളക് ഇട്ട് 2 അടിച്ചാ മതി. എടാ അപ്പി, ജീപ്പിന്നാ കുപ്പിയും എടുക്ക്. അതൊന്നും വേണ്ട, മദ്യം കഴിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാ. ചുംബൻ എന്ത് പറയുന്നു? എന്നോട് കഴിച്ചോളാം ഡോക്ടർ പറഞ്ഞു. എന്റെ കാര്യമല്ലടോ, താൻ കഴിക്കണോ? കൈ എന്റെ മേലുവേദനയുണ്ടോ? അല്ല, ഇക്കിളിയാവും. അങ്ങനെ അയ്യോ, 120 ഡിഗ്രിക്കാരൻ, അത് ടൈഫോയിഡ് പിടിച്ചവന് ഇക്കളിയാക്കരുത്. ഹാർട്ട് അറ്റാക്ക് വരും. ഒരറ്റാക്കും വരില്ല, ഇയാൾ ചുമ്മാ വരട്ടാതെ. അയ്യോ, പൊളിഞ്ഞു, ഇറ്റലി പോയി. അയ്യോ, ഇപ്പൊ മനസ്സിലായി, ഇത് അറ്റാക്ക് അല്ല, അറ്റാച്ച്മെന്റ് ആണെന്ന്. അളിയനതങ്ങ് നേരത്തെ പറഞ്ഞ പോരായിരുന്നു? ഒരു പെണ്ണിനെയും തപ്പിയെടുത്ത് കമ്പിളിപ്പതപ്പിനകത്ത് ചുരുണ്ടുകൂടുന്നത് കൊടൈക്കനാലിലൊരു സുഖം തന്നെയാണ്. ആട്ടെ, ഏതായി പീസ്? കെട്ടാൻ പോകുന്ന പെണ്ണ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്. ആയിക്കോട്ടെ. അന്നയും ചാൾസിനെയും തപ്പിത്തരാന്നും പറഞ്ഞ് ഞങ്ങളെടുത്ത് അഡ്വാൻസും വാങ്ങിച്ച് ഇവിടെ കമ്പിളിക്കടിയും മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്നത് വെറികേടാണ്. ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ഇന്നലെ അവന്മാരുടെ വീട് തപ്പിയെടുത്തു. ഡോബിക്കാനെ കരികില്ല, പക്ഷെ അവന്മാരവിടെ ഇല്ലായിരുന്നു. ഇന്ന് രാത്രി ഉറക്കം വിളിച്ചിട്ടാണെങ്കിലും അവരെ പൊക്കും. എന്താ, നിങ്ങളും വരുന്നോ? ഇല്ല, ഇവിടെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നാളെ ഞങ്ങൾ കൂടിക്കോളാം. ഞങ്ങള് വരേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഇരുന്നാ മതി, സംഗതി നടത്തി തരാം. പക്ഷെ കാശിന്റെ കാര്യം ഓക്കെ ആണല്ലോ? അതിലെന്താ എത്ര സംശയം? നിറയുടെ മാർക്ക് ഒറ്റ അച്ഛനേ ഉള്ളൂ. അതേ പാടുള്ളൂ. ഒരുപാട് അച്ഛന്മാരായാൽ സെമിനാരി സെമിനാരി ഇല്ലേ, മഠത്തില് ആൻസി മാതാവ് ഭയങ്കര കള്ളിയാ. മഠത്തില് 12ാം നമ്പർ മുറിയിൽ അന്നയുണ്ട്. നിങ്ങൾ പറയുന്ന സത്യമാണ്? ഈ ശോഭരാജിനെ കുറിച്ച് എന്ത് വിചാരിച്ചു? ശോഭരാജ് ഭയങ്കര കള്ളനാ. പക്ഷെ ചാൾസ് അവനോട് പറഞ്ഞു, ചാൾസാണ് ഭയങ്കര പ്രശ്നക്കാരൻ. ആണോ? അന്നയെ കിട്ടിയാ പിന്നെ അവന്മാരെ ഞങ്ങൾക്ക് വേണ്ടെന്ന്. അയ്യോ, എന്താ ഇത്? എന്തിന്? എടോ ശുംഭ, താൻ എന്റെ ദൈവമല്ലേ. ഇനി സമയം കളയണ്ട, വേഗം പോകാം. ബോസിന്റെ കയ്യിൽ അന്നെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ പണം ഉറപ്പ്. കമോൺ, ഫോളോ മീ. പോയോ? പോയി. എടോ, താൻ എന്ത് പണിയെ കാണിച്ച്? എങ്ങനുണ്ട്? എടോ, അവര് ചെന്ന കന്യാസ്വാമിനെ പൊക്കൂലേ? പൊക്കിക്കൊണ്ട് പോട്ടേന്ന്. തൽക്കാലം നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞല്ലോ. ഇത്രയും മണ്ടന്മാരായ ഗുണ്ടകളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. യവന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ ബോസിനെ യാത്രയാക്കാൻ വരുന്നില്ലേ? പിന്നെ ഞാൻ വരണോ? 12ാം നമ്പർ റൂമിൽ അന്നയാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും ബോസ്? ബോസ് അന്ന് അവളുടെ ഫോട്ടോ തന്നതാ, അത് മിസ്സാവുകയും ചെയ്തു. അവളുടെ മുഖത്ത് ഓർമ്മ വരുന്നതേ ഇല്ലല്ലോ. ലീഡറാക്കാൻ പറ്റിയ ആള് തന്നെ. കുഴപ്പമില്ലെന്ന് ചുംബം പറഞ്ഞില്ലേ 12ാം നമ്പർ റൂമിൽ അന്നയുണ്ടെന്ന്.
മഠത്തിൽ ആരോടെങ്കിലും ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് അവളെ പൊക്കാവുന്നു. അതേന്നേ ആ. വെറുതെ സംശയം ചോദിച്ച് മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാതെ. അളിയോ പറഞ്ഞ സത്യം തന്നെയല്ലേ? അളയൻ സത്യമേ പറയൂ, പ്രത്യേകിച്ച് മണ്ടന്മാരോട്. ധൈര്യമായിട്ട് പൊക്കോളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാണാം. ജയ് ജിഞ്ചോ. ഓപ്പറേഷനോ? ആർക്കാസുഖം? ആശുപത്രി പോകണോ? ആണോ? അന്ന കിഡ്നാപ്പിംഗ് ഓപ്പറേഷൻ പുരിഞ്ചതാ. ടാറ്റാ. ചാൾസേ, ഇവർക്ക് വീട് ആര് പറഞ്ഞു കൊടുത്തു? നമ്മളെ കാണണ്ട. ഇവിടെ നിൽക്കാനൊരു കാര്യം പറയട്ടെ. ചാൾസേ, വീട്ടിൽ കയറി കഥ അടയ്ക്കാം, അവര് പള്ളിയിൽ പോട്ടെ. ദേ, അകത്ത് കയറരുത്. എന്താ പ്രശ്നം? എടോ, വീട്ടി അന്ന വീട്ടി നമുക്ക് ഇത് അയ്യോ, വിളിച്ചാ ഓടാനും കഴിയൂലേ. ഓടിക്കോ. അവർക്ക് പേളിരിക്കുക. കടിച്ച കുത്തിവെക്കാൻ എനിക്ക് പുക്കളില്ല. അയ്യോ, എന്നെ ഓടിച്ചേക്കാണ് ഇവന്മാർക്ക് നേർച്ച ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, വീടിനൊരു വലം വന്നെങ്കിൽ എനിക്ക് വയ്യ. ഓ, ഇനി എനിക്ക് കഴിയേല. ഇവന്മാരിത് അങ്ങോട്ട് ഓടിപ്പോയോ? എന്റെ ഈശോ. മാതാവ് പോയി. ആ തള്ളപ്പിശേഷം അവിടുന്ന്. അയ്യോ, നിങ്ങളെ പിടിച്ച് പോലീസിലേൽപ്പിക്കാൻ വന്നതല്ല ഞാൻ. പിന്നെ എന്തിനാ പേപ്പറ്റിയിട്ട് ഓടിക്കുന്നതല്ല ഞങ്ങളെ ഓടിച്ചത്? ഞാൻ ഓടിച്ചതല്ലല്ലോ, ഓടിയതല്ലേ. എനിക്ക് നിങ്ങളോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇത് ഞങ്ങളുടെ വീടല്ല, ഞങ്ങളുടെ സബർജില്ലി പറിക്കാൻ വന്നതാ. ആഹാ, എന്നാ ശരി, അങ്ങനെ ആട്ടെ. പക്ഷെ രാവിലെ മഠത്തിലെ വാച്ചർ തോമായാണ് നിങ്ങൾ അന്നയുമായിട്ട് ഈ വീട്ടിൽ താമസം തുടങ്ങിയ കാര്യം എന്നോട് പറഞ്ഞത്. അപ്പൊ ഏത് തോമ, എന്ത് തോമ? ഞങ്ങൾ ഇപ്പഴാ ഇങ്ങോട്ട് വന്നത്. അന്നേ വേളാങ്കണ്ണി മാതാവാണ്. ഞങ്ങൾ അന്നയെ കണ്ടിട്ടില്ല മാതാവേ. കണ്ടിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷെ അവൾ ഇവിടെ ഉണ്ടെങ്കിലേ ദയവ് ചെയ്ത് അവളെ വെളിയിൽ കാണിക്കരുതെന്ന് പറയാനാണ് ഞാൻ ഇപ്പൊ വന്നത്.